രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായി ബന്ധപ്പെട്ട് നടിയിൽ നിന്ന് പോലീസ് വിവരങ്ങൾ തേടി. രാഹുലിന് കാർ കൊടുത്തത് ഏത് സാഹചര്യത്തിലെന്ന് പോലീസ് ചോദിച്ചറിഞ്ഞു. ഐഷത്ത് ഉൽ ഷംന പാലക്കാട് നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു. ഷംന, വിവരങ്ങൾ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയത് മുതൽ ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്നിരുന്നത് ഒരു ചുവന്ന പോളോ കാറിനെ കുറിച്ചുള്ള വിവരങ്ങളാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ണാടിയിൽ നിന്നും ഫ്ളാറ്റിലെത്തി ഔദ്യോഗിക വാഹനം ഫ്ളാറ്റിൽ ഉപേക്ഷിച്ച് പിന്നീട് രക്ഷപ്പെട്ടത്, ഒളിവിൽ പോയത് ഈ ചുവന്ന പോളോ കാറിലാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഫ്ളാറ്റിൽ നിന്നും ഡിലീറ്റ് ചെയ്തതും. തുടർന്നാണ് ഈ പോളോ കാർ എങ്ങനെ എത്തി, എവിടെ നിന്ന് എത്തി എന്നതടക്കമുള്ള അന്വേഷണങ്ങളിലേക്ക് കടക്കുന്നത്. രാഹുലിന്റെ PA ഉൾപ്പെടെയുള്ളവരാണ് മൊഴി നൽകിയിരുന്നത്. ഇതൊരു സിനിമാ താരത്തിന്റെ കാറാണെന്നും സുഹൃത്തിന്റെ കാറാണെന്നും ഒക്കെയുള്ള വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇത് രാഹുലിന്റെ ഭവന പദ്ധതിക്ക് വേണ്ടി മണ്ഡലത്തിൽ ദിവസങ്ങൾക്ക് മുൻപെത്തിയ ഒരു സിനിമാ താരത്തിന്റെ കാറാണ് എന്ന നിഗമനത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നടിയെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തതും. ഏത് സാഹചര്യത്തിലാണ് രാഹുലിന് ഇത്തരത്തിൽ കാർ നൽകിയത്, അതും ഈ നടി ഈ ഭവന പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തുന്നത് ഏകദേശം 1 മാസം മുൻപാണ്. രാഹുലിനെതിരെ കേസ് വരുന്നതിന് 1 മാസം മുൻപാണ്. അതിനുശേഷം 1 മാസം പിന്നിടുമ്പോഴും കാർ എങ്ങനെ ഈ പാലക്കാട് തന്നെ നിന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞത്. രാഹുൽ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നും അതിൽ കവിഞ്ഞ് മറ്റൊരു രീതിയിലല്ല കാർ നൽകിയതും എന്നാണ് ഇപ്പോൾ നടി മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ കാറിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ, ആക്ഷേപങ്ങളൊക്കെ തുടരുകയാണ്. മറ്റൊന്നുകൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് സ്കെയിൻ. അതായത് ഈ രാഹുൽ രക്ഷപ്പെട്ട വഴി, തമിഴ്നാട്ടിലേക്ക് അടക്കം രാഹുൽ കടന്നത് കുന്നത്തൂർ മേട് വഴിയാണെന്ന് കൂടി പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ തന്നെ ഈ ചുവന്ന പോളോ കാർ ആദ്യം ഫ്ളാറ്റിലെത്തുന്നു. MLA വാഹനം അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം ഈ ചുവന്ന പോളോ കാർ വഴി പാലക്കാട് തന്നെയുള്ള ഒരു സുഹൃത്തിന്റെ വീട്ടിലെത്തുന്നു. അതിനുശേഷം ഈ കുന്നത്തൂർ മേട് വഴിയാണ് പിന്നീട് രാഹുൽ രക്ഷപ്പെടുന്നത്. ഇതിൽ തന്നെ CCTV ലഭ്യമല്ലാത്ത ഇടങ്ങളിൽ, CCTV ഇല്ലാത്ത വഴിയിലൂടെയാണ് പിന്നീട് സംസ്ഥാനം വിട്ടത് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും പിന്നീട് ഈ CCTV ഇല്ലാത്ത ഒരു മേഖലയിൽ വെച്ച് തന്നെ കാർ മാറുകയും ചെയ്യുന്നുണ്ട്. ഈ ചുവന്ന പോളോ കാർ അവിടെ ഉപേക്ഷിച്ച് മറ്റൊരു കാറിലാണ് പിന്നീട് രാഹുൽ തുടർന്ന് യാത്ര ചെയ്തത് എന്നുകൂടി ഇപ്പോൾ അന്വേഷണ സംഘം അറിയിക്കുന്നുണ്ട്. എന്തായാലും ഈ കാർ നടിയുടേത് തന്നെ എന്ന ഏറെക്കുറെ അത് സ്ഥിരീകരിക്കുകയാണ് അന്വേഷണ സംഘം. ഇനി തുടർന്ന് രാഹുലിന്റെ PA ഉൾപ്പെടെയുള്ളവരെ ഇന്നും ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കാനിരിക്കവേ രാഹുലിന്റെ ബന്ധുക്കൾ, ഒപ്പം തന്നെ ഇവിടെയുള്ള സുഹൃത്തുക്കൾ, സ്റ്റാഫ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ നിരീക്ഷണത്തിലാണ്. ഇവരൊക്കെ തുടർന്ന് ചോദ്യം ചെയ്യും. എന്തായാലും നടിയിൽ നിന്നും ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു എന്നതാണ് SKN സാഹചര്യം. ഓക്കെ, താങ്ക് യു ഐഷത്തുൽ ഷംന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.